മുഖ്യ പ്രഭാഷണത്തിനായി അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സലീൽ ഹസൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനനായ അധ്യക്ഷൻ, മസ്ജിദുർ റഹ്മയുടെ മദ്രസത്തുർ റഹ്മയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെള്ളിയാഴ്ച പള്ളിയിൽ 2 ഖുതുബ ഉണ്ടാകാറുണ്ട്. ആദ്യം ഒരു ഖുതുബ നടത്തി മിമ്പറിൽ ഖത്തീബ് ഇരുന്ന് പിന്നെയും എഴുന്നേറ്റൊരു ഖുതുബ നടത്തും. ഫിഖ് പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ 2 വേണോ വേണ്ടയോ, ഫർദാണോ സുന്നത്താണോ എന്നൊക്കെ തർക്കമുണ്ടെങ്കിലും അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഈ മദ്രസ വാർഷികത്തിനും 2 ഖുതുബ വേണമെന്ന് എന്തുകൊണ്ടോ നമ്മുടെ ഭാരവാഹികൾ തീരുമാനിച്ചു പോയതാണ്. അത് എൻ്റെ കുറ്റമല്ല, സദയം ക്ഷമിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. സാധാരണ വാർഷിക പരിപാടികൾക്ക് ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന പരിപാടിയും പിന്നെ കുട്ടികളുടെ കലാപരിപാടികളുമാണ് ഉണ്ടാകാറ്. ഏതായാലും എല്ലാ രക്ഷിതാക്കളും എത്തി നമ്മുടെ കുട്ടികൾ ഭംഗിയായി ഒരുങ്ങുന്നത് വരെയുള്ള കുറഞ്ഞ സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന ആലോചനയിലാവണം ഭാരവാഹികൾ ഇങ്ങനെ ഒരു 2ാം ഖുതുബ കൂടി തീരുമാനിച്ചത് എന്ന് ന്യായമായും ഞാൻ വിചാരിക്കുന്നു. 20 വർഷമായി അത്യാവശ്യം ഭംഗിയായി നടന്നു വരുന്ന ഒരു മദ്രസയുടെ വാർഷിക പരിപാടിയാണ് ഇത്. ഞാൻ ചില സദസ്സുകളിൽ, സമാനമായ സദസ്സുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് മദ്രസയും സ്കൂളും തമ്മിലുള്ള വ്യത്യാസം? ഒരു സ്കൂൾ പ്രിൻസിപ്പളാണല്ലോ ഞാൻ. ഇപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾക്ക് മദ്രസയിലെ പരിപാടിയിൽ എന്താണ് കാര്യം? മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന്. അപ്പോൾ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ആദ്യമേ വേണ്ടിവരും എന്നതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. എന്താണ് സ്കൂളും മദ്രസയും തമ്മിലുള്ള വ്യത്യാസം? കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ പറയും, സ്കൂളിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിപ്പിക്കും. മദ്രസയിലാണെങ്കിൽ അറബിയും ഖുർആനും ഹദീസും ഫിഖും താരീഖും ബുഹൂസും സീറയും ഒക്കെ ആയിരിക്കും പഠിപ്പിക്കാൻ. ഇത് കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കതയുടെ മറുപടിയായി നമുക്ക് വിലയിരുത്താം. പക്ഷെ മുതിർന്ന ആളുകൾ അല്പം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ ആ ചോദ്യത്തിലുണ്ട് എന്നതുകൊണ്ടാണ് അല്പം ലളിതമെങ്കിലും ഗൗരവമുള്ള ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ആരംഭിക്കുന്നത്. സത്യത്തിൽ സ്കൂൾ എന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ്. അതിൻ്റെ മലയാളം വിദ്യാലയമെന്നോ പള്ളിക്കൂടമെന്നോ ഒക്കെ നമുക്ക് പറയാം. ആ പദത്തിൻ്റെ അറബി പരിഭാഷ മാത്രമാണ് മദ്രസ. ഞാൻ 3 വർഷം
UAE അല്ലൈനിലുള്ള മദ്രസത്തുൽ അൽവാഹയുടെ പ്രിൻസിപ്പളായിരുന്നു. മദ്രസത്തുൽ അൽവാഹ എന്ന് പറഞ്ഞാൽ പാടൂരുള്ള മദ്രസത്തുർ റഹ്മ പോലെയുള്ള ഒരു സ്ഥാപനമല്ല. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പോലെയുള്ള ഒരു CBSE സ്കൂളിൻ്റെ പേരാണ് മദ്രസത്തുൽ അൽവാഹ. ഒയാസിസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ പരിഭാഷ, ഒയാസിസ് സ്കൂൾ. ഞാനിത് സൂചിപ്പിച്ചത് മദ്രസ എന്നത് സ്കൂളിൻ്റെ അറബി പദമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മദ്രസ എന്നത് ആത്മീയ വിദ്യാലയത്തിൻ്റെയും സ്കൂൾ എന്നത് ഭൗതിക വിദ്യാലയത്തിൻ്റെയും പേരായി പര്യായമായി മനസ്സിലാക്കിപ്പോയത് എന്നത് പറയാനാണ്. വിദ്യാഭ്യാസം എന്നത് ഇസ്ലാമിൻ്റെ കണ്ണിൽ ഒന്ന് തന്നെയുള്ളൂ. ഇൽമ് നേടുന്ന ഏത് സ്ഥാപനത്തെയും നമുക്ക് സ്കൂളെന്നോ മദ്രസയെന്നോ പറയാം. വിജ്ഞാനത്തിന് സത്യത്തിൽ അങ്ങനെ ഒരു വിഭജനം ഇല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാനത്തിലും ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല. ഖുർആനിലെ ചോദ്യങ്ങൾ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. ഈ ആയത്ത് ഓതി വെച്ചുകൊണ്ട് മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, കായംകുളത്തുകാരനാണ്, വിശുദ്ധ ഖുർആനിലെ ഗണിത വിദ്യകളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി പ്രബന്ധമെഴുതിയ ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് പോയി സന്ദർശിച്ച ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു അവിടെ പോകാൻ. മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇസ്ലാമിക കലാലയമായ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ അല്ലെങ്കിൽ ജാമിയ അൽ ഇസ്ലാഹിയ എന്ന ചേന്നമംഗല്ലൂരുള്ള ഇസ്ലാമിക കോളേജിലെ വിദ്യാർത്ഥികളോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ പൊന്നുമക്കളെ, ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു, ഈ ആയത്തുകൾ ഞങ്ങളുടെ സിലബസിലുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ മരുഭൂമിയെക്കുറിച്ച് ശാസ്ത്രീയമായി നിങ്ങൾക്ക് എന്തറിയാം? സുവോളജി നിങ്ങൾക്കറിയുമോ? ആസ്ട്രോണമി നിങ്ങൾക്ക് പരിചയമുണ്ടോ? ജിയോളജിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇല്ല, ജിയോളജിയും ആസ്ട്രോണമിയും സുവോളജിയും ഓഷ്യനോളജിയും ഒന്നും ഞങ്ങൾക്ക് പരിചയമില്ല എന്ന് പറഞ്ഞപ്പോൾ മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചു എന്നാണ് ഞാൻ ഖുർആൻ ആയത്ത് ഓതിയപ്പോൾ പറഞ്ഞത് എന്ന്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിനക്കറിയോ? അപ്പോൾ ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ അതെന്തോ വേറെ സാധനമാണ്, പള്ളിയിലെ മുസ്ലിയാർ പഠിപ്പിക്കേണ്ട കാര്യമാണ്. സുവോളജിയും ബോട്ടണിയും ഫിസിക്സും മാത്തമെറ്റിക്സും ആസ്ട്രോണമിയും ജിയോളജിയും ഒക്കെ അത് ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് എന്ന തെറ്റിദ്ധാരണ സത്യത്തിൽ തിരുത്തേണ്ട കാലം എത്രയോ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനമാണ് വളരെ ശക്തമായി ഈ മത ഭൗതിക വിദ്യാഭ്യാസം എന്ന ഈ വിഭജന അസംബന്ധത്തെ, ശുദ്ധമായ അസംബന്ധത്തെ ഇല്ലാതാക്കി മതഭൗതിക വിദ്യാഭ്യാസത്തെ സമുന്നയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിലൊന്നാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചേന്നമംഗല്ലൂരിലെ അൽ ഇസ്ലാഹിയ എന്ന് പറയുന്ന സ്ഥാപനം. KC അബ്ദുള്ള മൗലവിയുടെ മകൾ ആദ്യമായി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പോയപ്പോൾ ചേന്നമംഗല്ലൂരിലെ ആളുകൾ വലിയ സമരം ചെയ്തു എന്നാണ് കേൾക്കുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്ത അധ്യാപകനാണ്. 97 ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അവിടെ പോയപ്പോൾ കേട്ട ആദ്യ വർത്തമാനങ്ങളിലൊന്നാണ്, KC അബ്ദുള്ള മൗലവി ആദ്യമായി പെൺകുട്ടിയെ സ്കൂളിൽ, ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ ചേർത്തപ്പോൾ, അതൊരു കുന്നിൻ്റെ മുകളിലുള്ള സ്കൂളാണ്, ഇപ്പോൾ ഭൂരിപക്ഷവും പെൺകുട്ടികളാണ്, അത് വേറെ കാര്യം. ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി ഹൈസ്കൂളിൽ അവിടെ പഠിക്കാൻ ചെന്ന്, അതും ഒരു അബ്ദുള്ള മൗലവിയുടെ, ഖുർആൻ പണ്ഡിതനായ, ഖുർആനെ ഏറ്റവും അധികം സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ
സ്കൂൾ ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് എന്ന പേരിൽ വളരെ പ്രശസ്തമായ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മക്കൾ ചേന്നമംഗലൂരിൽ നടത്തുന്നത്. അവിടെയും കുറച്ചു കാലം എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. ഞാൻ പറയുന്നു, അങ്ങനെ ഖുർആനിനെ അത്യഗാധമായി സ്നേഹിച്ച ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ മകളെ ഹൈസ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ വലിയ കോലാഹലമുണ്ടായി. അങ്ങനെ ഒരു കാലം മുസ്ലിം സമുദായത്തിൽ കടന്നുപോയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ വിഭജനത്തെ ശക്തമായി എതിർക്കുന്ന, അഥവാ ഈ വിദ്യാഭ്യാസത്തെ സമുന്നയിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക പ്രസ്ഥാനം മാത്രമല്ല പൊതുവെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ സന്തോഷമാണ്. മൗലാന മൗദൂദി എന്നറിയപ്പെടുന്ന ഇസ്ലാമിക നവോത്ഥാന നേതാവ്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇസ്ലാമിക നവോത്ഥാന നായകൻ, അദ്ദേഹം ഇസ്ലാമിക പ്രസ്ഥാനത്തെ സമർപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു വെച്ച കാര്യം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് മതമറിയാത്ത മിസ്റ്റർമാരും ശാസ്ത്രമറിയാത്ത ലോകമറിയാത്ത മുല്ലമാരുമാണ് എന്നതാണ്. കാരണം മതത്തിൻ്റെ ആളുകൾ മതത്തിൻ്റെ ആചാരങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ആ മേഖലയിൽ കുനിഞ്ഞുകൂടുകയും ചെയ്യുന്നു. പള്ളിയാണ് അവരുടെ സിംഹാസനം, പള്ളിയാണ് അവിടെ പാർലമെൻറ്റ്. പള്ളിയിൽ തുടങ്ങി പള്ളിയിൽ ഒടുങ്ങുന്ന എന്തൊക്കെയോ ചില കർമ്മങ്ങളിലും വർത്തമാനങ്ങളിലുമാണ് സമുദായത്തിൻ്റെ ഒരു വലിയ ഭൂരിപക്ഷവും ഒതുങ്ങിക്കൂടുന്നത്. മറ്റൊരു വിഭാഗം ശേഷിയും ശേംഷിയുമുള്ള ആളുകൾ, അവർ മതത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും നിരാകരിക്കുക, ഇസ്ലാമിക വേഷത്തെ നിരാകരിക്കുക, ഇസ്ലാമിൻ്റെ ആചാരങ്ങളെ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മേഖലയിൽ പരമാവധി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നമ്മൾ കാണുകയും ചെയ്യുക. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായി പോയ ഈ സമുദായത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മതമറിയാത്ത മിസ്റ്റർമാർക്ക് മതം പഠിപ്പിച്ചും ലോകമറിയാത്ത മുല്ലമാർക്ക് ലോകം പഠിപ്പിച്ചും ഈ സമുദായത്തെ ഇഴുകിച്ചേർത്ത് വിദ്യാഭ്യാസത്തെ സമുന്നയിപ്പിച്ച് ആധുനിക മുസ്ലിം തലമുറയെ എല്ലാ മേഖലകളിലേക്കും, ഇന്നെനിക്ക് വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട് നടന്ന 2-3 വർഷം മുമ്പ് നടന്ന ചർച്ചയിൽ എന്നെ ആഹ്ലാദിപ്പിച്ചൊരു കാര്യം, ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫറൂഖ് കോളേജിലുള്ള ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഫിസിക്സിലും ആസ്ട്രോഫിസിക്സിലും അവർ ഗവേഷണം നടത്തുന്നു എന്നറിഞ്ഞപ്പോഴാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്ത് ജാമിയ മില്ലയിലും JNUയിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ നിന്നും, മലപ്പുറം എന്ന് പറയുന്ന പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ജില്ലയാണ്, പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു ജില്ലയാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് വായിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്ന ഒരു ജില്ലയായി മലപ്പുറം ജില്ല മാറി. അവിടെ നിന്ന് JNUയിലേക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും മാത്രമല്ല, ജർമ്മനിയിലും ലണ്ടനിലും കാനഡയിലും. ഇന്ന് ഞാനൊരു രക്ഷിതാവിന് TC അപേക്ഷ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് ഭാര്യ കാനഡയിൽ പഠിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ വിവാഹം കഴിഞ്ഞ ശേഷവും കാനഡയിൽ പഠിക്കാൻ മാത്രം ഉയർന്ന ദീനീബോധവും ഉയർന്ന വിദ്യാഭ്യാസ ബോധവുമുള്ള ഒരു തലമുറയായി നമ്മൾ വളർന്നു എന്നത് വളരെ സന്തോഷമാണ്. പക്ഷേ ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ വളർച്ചയ്ക്കിടയിൽ ദീനീബോധത്തെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്നാണ്. മഗ്‌രിബിന് മുമ്പ് നടന്ന യോഗത്തിലും അത് സംബന്ധമായ ചില ചർച്ചകളും വർത്തമാനങ്ങളും വന്നിട്ടുണ്ടാകാം. ഞാൻ എൻ്റെ ഭാഷയിൽ എൻ്റെ ശൈലിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ ഊർജത്തിൻ്റെ, നമ്മുടെ ശ്രദ്ധയുടെ, നമ്മുടെ പണത്തിൻ്റെ എത്ര ശതമാനമാണ് ദീനിയായ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുക? ഇങ്ങനെ ഒരു വാചകത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവില്ല. ഞാൻ കുറച്ചുകൂടി പച്ച മലയാളത്തിൽ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ ആരംഭിക്കുകയാണ്. ഒന്ന്, നമ്മുടെ മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലും പഠിക്കുന്നുണ്ടാവും, മദ്രസയിലും പഠിക്കുന്നുണ്ടാവും. സ്കൂളിലെ അധ്യാപകരെ നമുക്ക് എത്രത്തോളം അറിയാം, എത്രത്തോളം അവരുമായി ബന്ധമുണ്ട്? മദ്രസയിലെ ഉസ്താദുമാരെ എത്രത്തോളം അറിയാം, എത്രത്തോളം ബന്ധമുണ്ട്? പുതിയ ഭാഷയിൽ ചോദിച്ചാൽ, സ്കൂളിലെ അധ്യാപകരുടെ ടെലിഫോൺ നമ്പർ നമ്മൾക്കുണ്ടാവും, അവരുമായി നമുക്ക് വാട്സപ്പ് ബന്ധം നമുക്കുണ്ടാവും. നമ്മുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർമാരെ നമ്മുടെ വിദ്യാഭ്യാസ താല്പര്യമനുസരിച്ച് ദിവസമോ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കൽ മിനിമമോ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടുന്നുണ്ടാവും, വോയിസ് ക്ലിപ്പ് അയക്കുന്നുണ്ടാവും. കുട്ടിയുടെ
പുരോഗതിയെക്കുറിച്ച് വിവരം അറിയിക്കുന്നുണ്ടാവും. സ്കൂളിലെ അവരുടെ വർത്തമാനങ്ങളും ഇടപഴക്കങ്ങളും ഇങ്ങോട്ട് അറിയിക്കുന്നുണ്ടാവും. മദ്രസയിൽ ഇതേ കുട്ടി തന്നെ പഠിക്കുന്നുണ്ട്. ഇതേ ഉമ്മയുടെ ഇതേ ഉപ്പയുടെ കുട്ടി മദ്രസയിലും പഠിക്കുന്നുണ്ട്. മദ്രസയിലെ ഉസ്താദിൻ്റെ നമ്പർ നമുക്കുണ്ടോ? മദ്രസയിലെ ഉസ്താദിന് വാട്സപ്പ് ഉണ്ടോ എന്ന കാര്യം നമുക്കറിയുമോ? ആ ഉസ്താദുമായി വാട്സപ്പിലൂടെ നമ്മുടെ കുട്ടിയുടെ ദീനീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയാറുണ്ടോ? സ്കൂളിലെ രക്ഷിതാക്കളുടെ യോഗം ഉണ്ടാവും. എത്ര ബുദ്ധിമുട്ടിയും തിരക്കുകൾ മാറ്റിവെച്ചും സ്കൂളിലെ PTA മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കും. മദ്രസയിൽ അങ്ങനെ സ്ഥിരമായി PTA മീറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. 1000-ലധികം മദ്രസ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയെക്കുറിച്ചും എനിക്കറിയാം. മാസം തോറും കൃത്യമായി രക്ഷിതാക്കളുടെ യോഗം നടക്കുന്ന മദ്രസ, ടൂർ നടക്കുന്ന മദ്രസ, മദ്രസയിൽ സ്പോർട്സ് നടക്കുന്ന മദ്രസ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മദ്രസയിൽ നടക്കുന്ന യോഗങ്ങളിൽ, സാധാരണ സ്കൂളിൽ നടക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്ന അത്ര താല്പര്യത്തോടെ നമുക്ക് പോകാൻ കഴിയാറുണ്ടോ? നിസ്കാരമുണ്ട് നമുക്ക്. ഒരു റമദാനിലെ നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. സാധ്യമാകുമെങ്കിൽ തഹജ്ജുദും ഒക്കെ നമുക്കുണ്ടാവും. പക്ഷെ എൻ്റെ മകൻ, എൻ്റെ മകൾ പഠിക്കുന്ന മദ്രസയിലെ പരിപാടികളിൽ സ്കൂളിലെ ആനുവൽ ഡേക്ക് പങ്കെടുക്കുന്ന അതേ സ്പിരിറ്റോടുകൂടി, സ്കൂൾ ആനുവൽ ഡേക്ക് പോകുമ്പോൾ ഇപ്പോൾ വന്നതുപോലെയാണ് നമ്മൾ വരിക. സ്കൂളുകളുടെ ആനിവേഴ്സറിക്ക് വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ വാഹനം നേരത്തെ തയ്യാറാക്കി, ഡ്രൈവർ ഇല്ലെങ്കിൽ നേരത്തെ ഡ്രൈവർ അറേഞ്ച് ചെയ്ത്, നമ്മുടെ വീട്ടിനകത്തുള്ള അംഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കുട്ടിയെങ്ങാനും ഒരു ഡാൻസിലുണ്ടെങ്കിൽ കുടുംബത്തിലെ അയൽപക്കത്തെ ആളുകളെയൊക്കെ കൂട്ടി നമ്മൾ ജാഥയായിട്ട് വേണമെങ്കിൽ ബസ് പിടിച്ച് നമ്മൾ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് എത്തും. എന്താ മദ്രസയുടെ ആനിവേഴ്സറിക്ക് ഒരു കുറവ്? അപ്പം എന്തോ ഒരു നീരസം, എന്തോ ഒരു നെഗറ്റിവിറ്റി, എന്തോ ഒരു പ്രതിപത്തി ഇല്ലായ്മ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എങ്കിലാണ് നമ്മൾ ആത്മാർത്ഥമായി ദീനീബോധമുള്ളവരാണ് എന്ന് പറയാൻ പറ്റുക. രണ്ട് നിലപാട് പറ്റൂല. ഞാൻ പറഞ്ഞു സ്കൂളും മദ്രസയും ഒന്നാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, രണ്ടിനോടും ഒരേ നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണം. സാധാരണ സ്കൂളിലെ പരിപാടികളോട്, അവിടുത്തെ അധ്യാപകരോട്, അവിടുത്തെ യോഗങ്ങളോട് കാട്ടുന്ന അതേ താല്പര്യം മദ്രസയുടെ പരിപാടികളിൽ, മദ്രസയുടെ യോഗങ്ങളിൽ, മദ്രസ പ്രവർത്തനങ്ങളിൽ, മദ്രസ ആളുകൾ നടത്തുന്ന ശ്രമങ്ങളിൽ. സ്കൂളിലൊരു പ്രോഗ്രാം വന്നു, ഒരു സംഭാവന ചോദിച്ചു. അതൊക്കെ നമ്മൾ പറയണം. ഇതിങ്ങനെ അങ്ങനെ പറയണം. നമുക്ക് ഒരു തിരിച്ചറിവ് വരാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലെ ഒരു ആനിവേഴ്സറി നടക്കുന്നു, ഒരാൾ 200 രൂപ 250 രൂപ കൊടുക്കണം. മകൾ ഒരു ഡാൻസ് പ്രോഗ്രാമിനുണ്ട്, 700 രൂപ 800 രൂപ കോസ്റ്റ്യൂംസിനാകും എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വിമ്മിട്ടൊന്നും തോന്നാറില്ല. അതേസമയം ഇതേ വർത്തമാനം മദ്രസ ഉസ്താദിൻ്റെ നാവിലാണെങ്കിൽ, എന്തിനാ ഇപ്പം മദ്രസയിലൊക്കെ ഇങ്ങനൊരു പരിപാടി? അതങ്ങ് ഒഴിവാക്കിക്കൂടെ? പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്കൂളിൻ്റെ കാര്യത്തിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും പറയൂല. കാശില്ലെങ്കിൽ കടം വാങ്ങി നമ്മൾ കൊടുക്കും. അപ്പം മദ്രസയോട് ഒരു ചിറ്റമ്മ നയം, മലയാളത്തിൽ പറഞ്ഞാൽ രണ്ടാനമ്മ നയം നമ്മൾ കാട്ടുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുക, നിങ്ങൾ ആരോട് ചർച്ച ചെയ്യണ്ട, നിങ്ങളോട് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ അനുവദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ഈമാനിന് എന്തോ തകരാറുണ്ട്. ഈമാനില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല. ആഖിറം എന്ന് പറയുന്നത് ഹക്കാണ്. ഖബർ, ആഹിറം, അതുപോലെ അവിടുത്തെ സവാബ്, സവാൽ, ജവാബ്, തുലാസ് ഒക്കെ ഹക്കാണ്. സിറാത്ത് പാലം ഹക്കാണ്. അപ്പൊ അങ്ങനെ ഹക്കായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആറ്റിറ്റ്യൂഡ് പറ്റൂല, ഇരട്ട നയം പറ്റൂല, അനീതിപരമായ ഒരു ആറ്റിറ്റ്യൂഡ് പറ്റില്ല. അതുകൊണ്ട് ഈ പരിപാടിയുടെ, ഇത് വിജയകരമാണ് എന്ന് പറയണമെങ്കിൽ ഈ പരിപാടിയുടെ പ്രോഡക്റ്റായിട്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് വരേണ്ടത് മിനിമം എൻ്റെ ശബ്ദം കേൾക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ ഇന്നൊരു തീരുമാനമുണ്ടാകണം. ഇൻഷാ അല്ലാഹ്, മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ പോയി. അഫറമാ തഖദ്ദമ മിൻ ദംബിഹി, മുമ്പ് ചെയ്തു പോയ പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തു നിന്നിരിക്കുന്നു. ഇനി പറ്റൂല. കാരണം ഞാൻ അല്പം
ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും മദ്രസ പരിപാടി ആയതുകൊണ്ട് താല്പര്യപൂർവ്വം ഇവിടെ വന്നത് ഇത് പറയാൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് കേട്ട ശേഷം ഇനി ഇരട്ട നിലപാട് നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച് തരില്ല. ഇനിമേൽ സ്കൂളിൻ്റെ പരിപാടികളോട് അവിടുത്തെ ഇടപഴക്കങ്ങളോട് കാട്ടുന്ന അതിനേക്കാളാണ് വേണ്ടത്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മിനിമം അതുപോലെയെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് മദ്രസ പരിപാടികൾ കാട്ടുമെങ്കിൽ ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ വെളിച്ചമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നോട് ഒരുപക്ഷെ നീരസം തോന്നുന്ന, മുഖം ചുളിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇടവരുന്ന ഒരു കാര്യമാണ്. ഞാൻ പഠിച്ച മനഃശാസ്ത്രമനുസരിച്ച്, ഇസ്ലാം അനുസരിച്ചും ഒരിക്കലും ക്ലാസ് മുറികളിലൂടെ നിങ്ങൾക്ക് കുട്ടികളെ മൂല്യം പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം, കുട്ടി കള്ളം പറയാൻ പാടില്ല. ലളിതമായ ഒരു മൂല്യമാണ്. ക്ലാസ് റൂമിൽ ടൈയും കോട്ടും ഇട്ട ഒരു അധ്യാപകൻ വന്നിട്ട് വി ഷുഡ് നോട്ട് ടെൽ ലൈസ്, ഇറ്റ് ഈസ് ഫോർബിഡൻ, ഇറ്റ്സ് എ സിൻ, അത് പാപമാണ്, അത് തെറ്റാണ്, അത് ശിക്ഷാർഹമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, അത് അധാർമികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് നടത്തിയിട്ട് അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കുട്ടി കള്ളം പറയാത്ത കുട്ടിയായി മാറില്ല. പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് മഹാമൂല്യമാണ്, ഒരു വലിയ മൂല്യമാണ്. പറയുന്ന സമയത്ത്, പറയുന്ന സ്ഥലത്ത്, പറയുന്നത് പോലെ എത്തിച്ചേരുക. ഞാൻ കാരണമായി ഒരു പ്രോഗ്രാം, ഒരു പരിപാടി ഒരു സെക്കൻഡ് പോലും വൈകാൻ പാടില്ല. വലിയ മൂല്യമാണ്. പഴയ ആളുകളൊക്കെ വലിയ താല്പര്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വേറെ എവിടെയും പോകണ്ട, നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്. ജുമുഅയുമായി ബന്ധപ്പെട്ട ഫിഖിലെ പേജുകൾ പരതിയാൽ നമ്മൾ അന്തം വിട്ടു. ഇങ്ങനെ വേണ്ടിയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ആളുകൾ ജുമയ്ക്ക് പോകാൻ പനയോലയിൽ തീ കത്തിച്ച് പുലർച്ചെ പുറപ്പെട്ടിരുന്നു എന്നാണ്. വേണമെങ്കിൽ നമുക്ക് പറയാം, പള്ളി ഇന്നത്തെ മാതിരി മുക്കിന് പാവർട്ടിയിലും പള്ളി, പാടൂരും പള്ളി, അതിൻ്റെ അപ്പുറത്തും പള്ളി, പാടൂരിൻ്റെ ഒരു ഭാഗത്ത് ഇരുഭാഗത്ത് ഇങ്ങനെയൊക്കെ പള്ളി ഇല്ലായിരുന്നുകൊണ്ടായിരിക്കാം എന്നൊക്കെ വേണേൽ വ്യാഖ്യാനിക്കാം. എങ്കിലും ഉണ്ടല്ലോ ഒരു മനസ്സ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ചൂട്ടും കത്തിച്ചിട്ട് ആളുകൾ പോവുകയാണ് ഇങ്ങോട്ട് ജുമയ്ക്ക്. അവരെ അതിന് പ്രേരിപ്പിച്ചെന്താ? ആദ്യം പള്ളിയിലേക്ക് വന്നാൽ ഒട്ടകത്തെ അറുത്ത് നൽകിയ പ്രതിഫലം, പിന്നെ മൂരിയെ അറുത്ത് നൽകിയ പ്രതിഫലം, അടുത്ത യാമത്തിൽ വന്നാൽ ആടിനെ അറുത്ത് നൽകിയ പ്രതിഫലം, അടുത്ത യാമത്തിൽ വന്നാൽ കോഴിയെ അറുത്ത് നൽകിയ പ്രതിഫലം, അതിൻ്റെ അടുത്ത യാമത്തിൽ വന്നാൽ കോഴിമുട്ട സ്വതക്ക ചെയ്ത പ്രതിഫലം. പിന്നെ ഇമാമ മിമ്പറി കയറിയ ശേഷമാണ് വരുന്നതെങ്കിൽ അറ്റൻസിൽ മാർക്ക് ചെയ്യും, ശിക്ഷയുണ്ടാവില്ല, പക്ഷെ ജുമയുടെ പ്രതിഫലം പോലും ഉണ്ടാവില്ല എന്നാണ് ജുമയെ സംബന്ധമായ ഹദീസുകളിലൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ അറിയുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ എല്ലാവരും. പക്ഷെ നമുക്ക് ഒരിടത്ത് കൃത്യസമയത്ത് എത്താൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കാം. നിങ്ങൾക്കൊരു ഡോക്ടറെ കാണണം. ഇപ്പോൾ രോഗം വന്നാൽ ഡോക്ടറെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ ഇന്നലെ വന്നൂടെ, ഇന്നലെ ബുക്ക് ചെയ്യണമെന്ന് ചോദിക്കും. ഇന്നലെ അസുഖം ഉണ്ടെങ്കിലല്ലേ ഇന്നലെ ബുക്ക് ചെയ്യുള്ളൂ, ഇന്നലെ വരുള്ളൂ. പക്ഷെ ഡോക്ടർമാർക്ക് ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് പറയുന്ന സമയത്ത് മുമ്പ് ചെല്ലണം. അഥവാ അല്പം വൈകി കഴിഞ്ഞാൽ പിന്നെ 5 നമ്പർ 10 നമ്പർ കഴിഞ്ഞിട്ടേ നമ്മളെ വിളിക്കൂ. അതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് കൺസൾട്ടേഷനുള്ളിടത്തൊക്കെ സംഭവിക്കുന്നത്. അതാണ് ഒരു ആരോഗ്യ മേഖലയിൽ നമ്മൾ കാണുന്നത്. പള്ളിയിൽ നമ്മളൊരു 5 മിനിറ്റ്, അതും ബാങ്കിന് മുമ്പ്, ബാങ്കിന് ശേഷം ഒരു ഇക്കാമത്തുണ്ടായതുകൊണ്ട് ആളുകൾ ബാങ്കിനെയല്ല പരിഗണിക്കുക, ഇക്കാമത്തിൻ്റെ സമയം എത്ര മണിക്കാണ് ഇവിടുത്തെ ഇക്കാമത്ത് എന്നാ നോക്കുക, എത്ര മണിക്കാണ് ജമാഅത്ത് എന്നാ നോക്കുക. അപ്പോൾ ആ സമയത്ത് എത്തിയാൽ മതി എന്നാണ്. ഒരു സെക്കൻഡ് നേരത്തെ പോകുന്നതിൽ നമുക്കൊരു താല്പര്യമില്ല. ഒരു ഡോക്ടറെ കാണാൻ അരമണിക്കൂർ 3/4 മണിക്കൂർ കാത്തിരിക്കുന്നതിൽ നമുക്ക് യാതൊരു സങ്കോചവും ഇല്ല, ഒരു പ്രയാസവും നമുക്കില്ല. അതേസമയം പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ഒരു അല്പം കാത്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര അസഹ്യമാണ്. ഒരു സെക്കൻഡ്, ഇപ്പോൾ അവിടെ ഇക്കാമത്തിൻ്റെ സമയം എഴുതി വെച്ചേക്കും, 6:47 മഗ്രിബ്, 15 മിനിറ്റ് അല്ല, മഗ്രിബിന് വിടാം, ബാക്കിയുള്ള സമയത്ത് 15 മിനിറ്റ് കറക്റ്റായിട്ടാണ്. അത് 5-ലേക്കോ 10-ലേക്കോ മാറ്റില്ല. 23 നിസ്കാരം, 24 നിസ്കാരം. അപ്പോൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വാച്ചിൻ്റെ സൂചി നോക്കിയിട്ടിരിക്കണം. എത്ര കൃത്യനിഷ്ഠയെന്ന് അറിയാതിന്.
എന്നിട്ട് ആ സെക്കൻഡ് സൂചി ആ 12-ലെത്തിയാൽ മുഅദ്ദിൻ അഥവാ മറന്നുപോയാൽ മുഅദ്ദിനെ തറയിൽ മുട്ടി വിളിച്ചിട്ട് കൃത്യനിഷ്ഠ ഓർമ്മപ്പെടുത്തി സമുദായത്തിലെ നല്ല മനുഷ്യർ. പക്ഷെ അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്തിനാണ് പടച്ച തമ്പുരാൻ കൃത്യസമയത്ത് ഏറ്റവും അഫ്ളലായ കർമ്മം അസ്വലാത്ത് വലാ വഖ്തിഹ എന്ന് പറഞ്ഞത്? ആ സെക്കൻഡ് കഴിഞ്ഞാൽ പടച്ചോ ഉറങ്ങിപ്പോകുന്നുണ്ടെന്നല്ലോ. നഊദു ബില്ലാ. അള്ളാഹ് എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് വൈകി നിസ്കരിച്ചാൽ പടച്ചവൻ എന്താ കുഴപ്പം? പക്ഷെ പടച്ചവൻ്റെ ഇഷ്ടം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അണികൾ കൃത്യനിഷ്ഠ പാലിക്കണമെന്നാണ്. നമസ്കാരത്തിൽ എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം. എങ്ങനെ സംഭവിക്കും? ഒരു ഇതര മതസ്ഥരായ ആളുകളുടെ കല്യാണം നിശ്ചയിക്കുമ്പോൾ ഒരു മുഹൂർത്തം ഉണ്ടാവും. ആ മുഹൂർത്തത്തിൽ ആ കല്യാണം നടക്കുക, അല്ലെങ്കിൽ കല്യാണം ഭയങ്കര കുഴപ്പം അവർക്ക്. നമ്മൾ മുഹൂർത്തമൊക്കെ നമ്മൾ നിശ്ചയിക്കും, അവരെ പോലെ തന്നെ 10-നും 10:30-ക്കും ഇടയ്ക്ക്. പക്ഷേ 10:30 ആയിട്ടും നമ്മുടെ ഏതോ ഒരാൾ വരാത്തത് കൊണ്ട് പിന്നെ അങ്ങോട്ട് വൈകും. നമുക്ക് അച്ചടിക്കുന്നത് ഒന്ന് വേറെ, ഇപ്പുറത്ത് കല്യാണം. ആ കല്യാണം തന്നെ സമയം തെറ്റി നടക്കുന്നുകൊണ്ടാണ് ആ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്കും ഒരു സമയബോധവും ഇല്ലാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യനിഷ്ഠ എന്ന് പറയുന്ന മഹാമൂല്യമാണ്. ഈ മൂല്യത്തെ നമ്മളെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്? മദ്രസയിൽ വിളിച്ചിരുത്തി മക്കളെ, കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട വലിയ മൂല്യമാണ് എന്ന് പറയുന്നതോടുകൂടി കുട്ടി മൂല്യം പഠിക്കുമെന്നാണോ നമ്മൾ ധരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അടിസ്ഥാന മനഃശാസ്ത്ര കാഴ്ചപ്പാടനുസരിച്ച് യു ക്യാൻ നെവർ ടീച്ച് വാല്യൂസ് ഇൻ ക്ലാസ് റൂംസ്. ഒരു മൂല്യവും ഒരു ധർമ്മവും നിങ്ങൾക്ക് ക്ലാസ് മുറിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. ബിക്കോസ് വാല്യൂസ് കനോട്ട് ബി ടോട്ട്. പിന്നെ എങ്ങനെയായി മൂല്യം ഉണ്ടാവുക? മൂല്യം ഉണ്ടാകണമെങ്കിൽ വാല്യൂസ് ക്യാൻ ബി കോട്ട്. മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെടുകയല്ല വേണ്ടത്, മൂല്യങ്ങൾ സ്വാംശീകരിക്കപ്പെടണം. എങ്ങനെയാ സ്വാംശീകരിക്കപ്പെടുക? മൂല്യങ്ങൾ സ്വാംശീകരിക്കപ്പെടണമെങ്കിൽ ഒരു കുഞ്ഞ് വളരുന്ന സാഹചര്യത്തിൽ ആ മൂല്യബോധം നിലനിൽക്കണം. ഉദാഹരണം, ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഉമ്മ. സാറേ, എൻ്റെ മോള് സുബഹി നിസ്കരിക്കില്ല. അപ്പോൾ സാധാരണ അധ്യാപകരാണ് ഉടനെ മോളെ വിളിക്കും. എന്നിട്ട് നീ എന്താടി ഉമ്മ പറയുന്നല്ലോ, നീ സുബഹി നിസ്കരിക്കുന്നില്ല എന്ന്, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുക. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞാൻ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ സുബഹിക്ക് കറക്റ്റായിട്ടാണോ നിസ്കരിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ കുനിഞ്ഞിരുന്നിട്ട് ചിരിച്ചു. എൻ്റെ പണി പൂർത്തിയായി. കൃത്യമായി സുബഹി നമസ്കാരമുള്ള ഒരു ഉമ്മ, സുബഹി ബാങ്ക് കേൾക്കുന്ന ഒരു ഉമ്മ, അത് ഞാൻ അടിവരയിട്ട് പറയും. സുബഹി ബാങ്ക് കേൾക്കുന്ന ഒരു ഉമ്മ, സുബഹി നമസ്കരിക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മ യഥാർത്ഥ ദീനീബോധമുള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മയ്ക്ക് പിറക്കുന്ന മുഴുവൻ മക്കളും സുബഹി നിസ്കരിക്കും കൃത്യസമയത്ത്. ഗൾഫിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം റമദാനിന് ടെലിവിഷൻ വെച്ചപ്പോൾ ഒരു ഇസ്ലാമിക് ക്വിസ്. സാധാരണ റമദാന് നമ്മൾ അവധി കൊടുക്കുകയും ചെയ്യുക ടെലിവിഷന്. അങ്ങനെ റമദാന് മാത്രമായിട്ട് ഹറാം അങ്ങനെയൊന്നുമില്ല. സാധാരണ ദിവസങ്ങളിൽ ഹറാമായതേ റമദാനിന് ഹറാമായുള്ളൂ, അത് വേറെ കാര്യം. ഏതായാലും ഒരു കിസ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ നോക്കിയിരുന്നു. കിസ് മാസ്റ്റർ ചോദിക്കുകയാണ്, കുറേ തട്ടമിട്ട താത്തമാരാണ് കിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, ഗൾഫിലെ ഈ താത്തമാർ. കിസ് മാസ്റ്ററുടെ ചോദ്യം ഇതാണ്: സാധാരണ ഉള്ള ബാങ്കുകളിൽ ഇല്ലാത്ത ഒരു വാചകം 5 ബാങ്കിൽ ഏതോ ഒരു ബാങ്കിലുണ്ട്. ഏത് വക്കത്തിലെ ബാങ്കിലാണ് അങ്ങനെ വ്യത്യസ്തമായ ചില പദപ്രയോഗങ്ങൾ നടത്തുന്നത്? അപ്പോൾ ഒന്നാമത്തെ താത്ത പാസ് എന്ന് വെച്ചാൽ ഉത്തരം അറിയാത്തതുകൊണ്ട് പാസ് ചെയ്തു. രണ്ടാമത്തെ താത്ത അങ്ങനെ ഉണ്ടോ? കാരണം സുബഹി ബാങ്ക് കേൾക്കാറില്ല. അഥവാ കേട്ടാൽ തന്നെ ഏത് മാസത്തെ സുബഹി ബാങ്കായിരിക്കും ഈ താത്തമാര് കേൾക്കുക? ഉറപ്പല്ലേ? റമദാൻ മാസത്തിലെ. റമദാൻ മാസത്തിൽ സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേക്കും, വാച്ച് നോക്കിയിട്ടാണ് കംപ്ലീറ്റ് പരിപാടി. പാചകമായാലും തീറ്റിയായാലും പാത്രം കഴുകലായാലും ഒക്കെ വാച്ച് നോക്കിയിട്ടാണ്. വേഗം കഴിക്കും, ഇപ്പൊ ബാങ്ക് കേൾക്കുമെന്ന്. അങ്ങനെ ബാങ്ക് ഇത്ര ജാഗ്രതയോട് ശ്രദ്ധിക്കുന്ന ഒരു സമുദായത്തെ, വിശിഷ്യ സ്ത്രീജനങ്ങളെ റമദാനിലല്ലാതെ ഒരിടത്തും നമ്മൾ കാണില്ല. ശവ്വാൽ 1 ആ പരിപാടിയില്ല. പിന്നെ സുബഹി ബാങ്ക് കേൾക്കണമെങ്കിൽ അടുത്ത റമദാൻ 1 ഞാൻ അല്പം തമാശ കലർത്തി പറയുന്നത് തമാശ ഓർക്കാനല്ല, കാര്യം ഓർക്കാനാണ്. ഞാൻ സൂചിപ്പിച്ച ഒരേ ഒരു കാര്യം, രണ്ടാമതായി പറയാൻ ആഗ്രഹിച്ച കാര്യം, മൂല്യങ്ങൾ കുട്ടികൾ പഠിക്കണമെങ്കിൽ പഠിപ്പിക്കുന്നവർ, അധ്യാപകർ മാത്രമല്ല, രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ആ മൂല്യബോധമുള്ളവരാകണം. ഒരു ഉദാഹരണം കൂടി പറയാം, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്കാവും. പഠിക്കാൻ പറയാത്ത ഒരു രക്ഷിതാവുമില്ല. കുട്ടികൾ വീട്ടിൽ വന്നാൽ മിനിമം ഇങ്ങനെയെങ്കിലും പറയും: സന്ധ്യയായാൽ മേല് കഴുകി നമസ്കരിച്ച്
കുറച്ച് ഖുർആൻ ഓതിയിട്ട് പഠിക്കാനുള്ള എടുത്ത് വെച്ച് പഠിക്കണം. ഇതാണ് എൻ്റെ ഉപ്പുപ്പ വാപ്പയോട് പറഞ്ഞത്, എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞത്, ഞാനാകുന്ന വാപ്പ എൻ്റെ മക്കളോട് പറയുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വാപ്പമാർ വളർത്തിയത്, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ മക്കളെയൊക്കെ വളർത്തുക. വാപ്പ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളെ അടിക്കും. വാപ്പ എന്നെ എന്തൊക്കെ പറഞ്ഞോ ആ വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും എൻ്റെ മക്കളെ ഞാനും പറയാം. അപ്പോൾ നമ്മളൊക്കെ പറയുന്ന കാര്യം സന്ധ്യയായാൽ മക്കൾ പഠിക്കണമെന്നാണ്. ഇത് മദ്രസയുടെ വാർഷിക വേദിയാണ്. ഖുർആനും ഹദീസും വെച്ചാണ് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. സൂറത്ത് സഫിൽ ഇങ്ങനൊരു വാചകമുണ്ട്: യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. അർത്ഥം കൂടെ പറയാം, ചില ആളുകൾക്ക് അറിയായിരിക്കും, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാം. വിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയരുത്. അല്ലാഹുവിങ്കൽ ഏറ്റവും കോപകരമായ കാര്യം പ്രവർത്തിക്കാത്ത കാര്യം പറയുന്നു എന്നതാണ്. മഗ്‌രിബാകുമ്പോൾ ഉമ്മമാരും വാപ്പമാരും എന്താ പറയുക? മക്കളോട് പഠിക്കുക. ഭാഗ്യത്തിന് ഈ മക്കളാരും തിരിച്ച് നമ്മളോട് ചോദിച്ചിട്ടില്ല, ഉമ്മ എന്താണ് പഠിക്കണമെന്ന് പറഞ്ഞേ, വാപ്പ എന്താണ് പഠിക്കണേ, ഞങ്ങൾ കുറേ പഠിച്ചതാ. അങ്ങനെ ചോദിച്ചാൽ അതായിരിക്കും മറുപടി. പഠിച്ചെങ്കിൽ ഇങ്ങനെ ആവൂല. പഠിച്ചെങ്കിൽ നിങ്ങൾ കുട്ടികളോട് പഠിക്കാൻ പറയില്ല. നിങ്ങൾക്കെന്താ അവകാശം? ധാർമ്മികമായി നിങ്ങൾക്കെന്താ അവകാശം? നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളെ മക്കളോട് ഉപദേശിക്കാൻ അള്ളാഹു നിങ്ങളെ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അൽ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം നിസ്കരിക്കാത്ത കാര്യമല്ല, നോമ്പ് പിടിക്കാത്ത കാര്യമല്ല, ചെയ്യാത്ത കാര്യം പറയുന്നതാണ്. അത് പ്രസംഗകരല്ല, രക്ഷിതാക്കൾ മക്കളോട് പറയുന്നു. അപ്പൊ എന്താ വേണ്ടത്? എൻ്റെ മകൻ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കണം, എൻ്റെ മകൾ പഠിക്കണമെങ്കിൽ ഞാൻ പഠിക്കണം. ആ സമയത്ത് നമ്മൾ ടെലിവിഷൻ, ബിഗ് ബോസ്, അല്ലെങ്കിൽ വേറെ അമ്മായി അമ്മയും മരുമോളും, എങ്ങനെ തല്ലാതിരിക്കും അമ്മായി അമ്മയും മരുമോളും? കാണുന്ന എല്ലാ മലയാള സീരിയലും അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള ഈ ഒരു ദ്വന്ദ്വമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഗുണമുണ്ടാവണമെങ്കിൽ നമ്മിൽ ആ ഗുണം ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ചെയ്യുന്ന കുറേ ശരിയല്ലായ്മകളുണ്ട്, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണം, നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവില്ല. അവർ തല്ലുക മാത്രമല്ല, തല്ലുന്നതിന് അടിസ്ഥാനമായി ഹദീസ് ഉദ്ധരിക്കും. 7 വയസ്സായാൽ മക്കളോട് നമസ്കാരം കൽപ്പിക്കണം, 10 വയസ്സായാൽ അതിൻ്റെ പേരിൽ അടിക്കണം. അല്പം മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥത തോന്നിയ ഒരു ഹദീസാണിത്. പ്രവാചകൻ ഏറ്റവും മനഃശാസ്ത്രപരമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് ഒരുപാട് വായിച്ച ശേഷം ഈ ഹദീസ് വായിക്കുമ്പോൾ അതിനെന്താ പ്രവാചകൻ അങ്ങനെ കുട്ടികളെ അടിക്കണമെന്ന് പറഞ്ഞത്? ലോകത്ത് ഒരു മനഃശാസ്ത്രജ്ഞനും കുട്ടികളെ തല്ലാൻ പറഞ്ഞിട്ടില്ല. കോർപ്പറൽ പണിഷ്മെന്റ്, മനുഷ്യന്റെ ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് മനസ്സിന് പരിവർത്തനം സംഭവിപ്പിക്കാമെന്ന് ഒരാളും ഉത്തരവാദിത്ത ബോധത്തോടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ നബി മാത്രം ഇങ്ങനെ പറഞ്ഞത്? എൻ്റെ ഉത്തരം, എൻ്റെ അന്വേഷണം ഒരുപാട് വർഷങ്ങൾ നീണ്ടുവന്നു. അതിൻ്റെ ഉത്തരം കിട്ടിയത് ദുബൈയിലെ ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെന്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ അലി ഹമ്മാദി, ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശസ്തരായ ഇസ്ലാമിക പരിശീലകരിൽ രണ്ടാമനെന്നറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ അലി ഹമ്മാദി. അദ്ദേഹം പറഞ്ഞു, ഇത് അടിക്കാനുള്ള ഹദീസല്ല, അടിക്കാതിരിക്കാനുള്ള ഹദീസാണ്. നബി പറഞ്ഞ 10 വയസ്സായാലും അടിക്കാനെന്നാണ്, പക്ഷെ ഇദ്ദേഹം പറയുന്നു അടിക്കാതിരിക്കാനുള്ള ഹദീസാണ്. അപ്പം നമ്മൾ നന്നായി ശ്രദ്ധിച്ചു. ശാന്തവര ഇസ്ലാമിയ കോളേജിൽ 3 ദിവസത്തെ ഒരു പരിശീലന പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പോയി പങ്കെടുത്തപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. അദ്ദേഹം വിശദീകരിച്ചതാണ്, 7 വയസ്സും 10 വയസ്സും തമ്മിൽ 3 വർഷത്തെ വ്യത്യാസം. ഒരു ദിവസം 5 വഖത്ത് വെച്ച് 5 ഗുണം 365 ഗുണം 3, അഥവാ 5475. 5475 തവണ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന. എങ്ങനെയാണ് നിങ്ങൾ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്? ഹിക്മത്തോടും സതുപദേശത്തോടും കൂടി. മോനെ, മോളെ, നമുക്ക് നമസ്കരിക്കാം. പോയി നിസ്കരിക്കുന്നല്ല, ആ പോക്കില്ല. വാപ്പയും മോനും തമ്മിൽ അകലുന്നില്ല.
ഉമ്മയും മോളും തമ്മിൽ അകലുന്നില്ല. പോ എന്നല്ല, പോയി നമസ്കരിക്കുമെന്നല്ല, വന്ന് നമസ്കരിക്കുമെന്നാണ്. ഇപ്പൊ നമ്മളെന്താ പറയുക? പോയി നമസ്കരിക്കാന്ന് പറയാ, വന്ന് നമസ്കരിക്കും. നിങ്ങൾ ഒതെടുക്കുന്നു, മുസല്ല വിരിക്കുന്നു, മകളെ വിളിക്കുന്നു, അല്ലെങ്കിൽ മകനെ വിളിക്കുന്നു, വാ നമുക്ക് നിസ്കരിക്കാം. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർത്തണം ഇമാമത്ത് ആ കുട്ടികളെ. അപ്പോഴാണ് അവരുടെ ഖിറാഅത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുക. തെറ്റ് വരുമ്പോൾ തിരുത്താൻ പറ്റുക, അഭിനന്ദിക്കാൻ പറ്റുക. കുട്ടി കൂടുതൽ പഠിക്കും. ഞാനിത് എൻ്റെ ജീവിതത്തിൽ പരിശീലിച്ച് വിജയിച്ച സംഗതിയാണ്. കുട്ടികൾ നമ്മേക്കാൾ ആവേശമാണ് നമസ്കരിക്കാൻ. എന്നോട് ചോദിക്കുന്നു എൻ്റെ മോൻ, വാപ്പച്ചി ഞാൻ ഇമാമത്ത് ചെയ്യട്ടെ? ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ട് സുജൂദിൻ്റെ തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്തുകൾ ഓതിയിട്ടൊക്കെ എന്നെ കൊണ്ട് അഡീഷണൽ സുജൂദ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ നിസ്കരിക്കുന്നു. സന്തോഷം തോന്നി. ഞാൻ പറയുന്നു, നമ്മൾ കൽപ്പിച്ച് ശിക്ഷിച്ചല്ല ചെയ്യിക്കേണ്ടത്, ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒതുവെടുത്ത് മുസല്ല വിരിക്കുമ്പോൾ നിങ്ങൾ മുസല്ലയിൽ കയറുന്നതിന് മുമ്പ് അവറത്ത് മറയ്ക്കാത്ത ഒതു എടുക്കാത്ത കുട്ടി ഇഴഞ്ഞു കയറും മുസല്ലയിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഫാത്തിമ ഇങ്ങ് വാ, മോളെടുത്തോണ്ട് പോ, വാപ്പ നിസ്കരിക്കട്ടെ, ഉമ്മ നിസ്കരിക്കട്ടെ. ഫാത്തിമ എന്ന് വെച്ചാൽ മൂത്ത മോള്, അവളെ നിസ്കാരത്തിൽ കൂടുന്നില്ല. കാരണം എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണല്ലോ. തീറ്റി ഒറ്റയ്ക്കാണ്, ഉറക്കം ഒറ്റയ്ക്കാണ്, ടെലിവിഷൻ ഓരോ റൂമിൽ വേറെ വേറെയാണ്, മൊബൈൽ വേറെ വേറെയാണ്, നിസ്കാരവും വേറെ വേണം. ജമാഅത്തിലാണ് പുണ്യം, ഒരുമിപ്പിലാണ് പുണ്യം. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നു. മുസല്ലയിൽ അള്ളാഹുവിൻ്റെ ഫിത്രത്തിൽ കയറി വന്ന കുഞ്ഞിനെ മുസല്ലയിൽ നിന്ന് എടുത്തു മാറ്റിയത് നമ്മളാണ്. നിസ്കരിക്കാനാ വന്നത്, ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം നിസ്കരിക്കാൻ എഴഞ്ഞു വന്നത്. ഫിത്രത്ത് അല്ലാഹല്ലത്തി ഫതറന്നാസ അലൈഹ, അല്ലാഹു കൊടുത്ത ഫിത്രത്ത. പക്ഷെ നമ്മൾ പൊളിച്ചു. വാപ്പ പള്ളിയിലേക്ക് ഇറങ്ങി, മോനോ മോളെ വന്ന് വാപ്പിച്ചി ഞാനും വരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് പള്ളിയിലേക്കാണ് പോണം. ആത്മീയതയുടെ ഭയങ്കര തെളിച്ചമാണ്. ഭക്തി മൂത്തിട്ടാണ് പോണത്. ബാങ്ക് കേട്ടപ്പോൾ ആ ഭക്തി മൂത്ത മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് ആക്രോശിക്കണം, ഭാര്യയെ വിളിക്കണം, മക്കളെ വിളിക്കണം. കൂടെ പള്ളിയിൽ വന്ന് ഒപ്പം നിന്ന് നമസ്കരിക്കാൻ താല്പര്യം കാണിച്ച കുഞ്ഞിനെ അടിയും കൊടുത്ത് പിടിച്ചോണ്ട് പോകും. ഇങ്ങനെയാണോ കുട്ടികളെ ദീൻ പഠിപ്പിക്കേണ്ടത്? കൂടെ നബി എങ്ങനെ പഠിപ്പിച്ച്? നബിയുടെ ചെറുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി ഇങ്ങനെ എടുത്തിട്ട് നിസ്കരിക്കുക. റുക്കൂനും സുജൂദിനും പോകുമ്പോൾ സൈഡിൽ വെക്കും. എഴുന്നേറ്റ് വരുമ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ മാത്രമല്ല, ഒക്കത്തെടുത്തിട്ട് നിസ്കരിക്കുക. ഒരു തവണ നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുമ്പോൾ തലയുടെ മുകളിൽ കയറിയിരുന്നു. നമ്മളാണെങ്കിൽ കൈയെടുത്ത് പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് നേരെ വരും. നബി എന്താ ചെയ്തത്? അവിടെ കിടന്നു കൊടുത്തു. കൂടുതൽ തസ്ബീഹ് പറഞ്ഞു, പുണ്യം കിട്ടില്ലേ? എപ്പോഴാണോ കുഞ്ഞ് തലയിൽ നിന്ന് മാറിയത് അപ്പോഴാണ് തല ഉയർത്തിയത്. അങ്ങനെ ഒരു ഉമ്മയും ഉപ്പയും നിസ്കരിച്ചാൽ മക്കളെ നിസ്കാരം പഠിപ്പിക്കാൻ ഉസ്താദ് വരണ്ട, അടിക്കണ്ട പള്ളിയിൽ പോകാൻ. നമ്മൾ എന്താണോ ശീലിക്കുന്നത് അതാണ് കുട്ടികൾ ശീലിക്കുക. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് കുട്ടികൾ പറയുക. അപ്പൊ കുട്ടികൾ എന്തു പറയണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് കുട്ടികളല്ല. കുട്ടികളുടെ കാര്യം ഞാൻ പറയണം, രക്ഷിതാക്കളാണ്. എൻ്റെ മകൻ പതിഞ്ഞ സ്വരത്തിൽ വിനയത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കാണുകെ ഞാൻ എൻ്റെ ഉപ്പയോട് വിനയത്തോടെ സംസാരിക്കണം. ഞാൻ എൻ്റെ ഭാര്യയോട് നന്നായി പെരുമാറിയാലാണ് വളർന്നു വരുന്ന എൻ്റെ മകൻ അവൻ്റെ ഭാര്യയോട് നന്നായി പെരുമാറുക. എൻ്റെ ഭാര്യ എന്നോട് നന്നായി പെരുമാറിയാലാണ് ഞാൻ വളർത്തുന്ന എൻ്റെ മകൾ കെട്ടിച്ചയക്കുമ്പോൾ ആ ഭർത്താവിനോട് നന്നായി പെരുമാറുക. ഇതൊക്കെ പഠിച്ചോളി, ശ്രദ്ധിച്ചോളി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂല്യം ഒരിക്കലും നമുക്ക് ക്ലാസ് മുറികളിൽ പഠിപ്പിക്കാനാവില്ല. മൂല്യങ്ങളെ കുട്ടികൾ സ്വാംശീകരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഇത്തരം നല്ല മൂല്യങ്ങൾ വളരെ മനോഹരമായി കുടുംബരംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായ ഒരു സ്വർഗപൂങ്കാവനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ചെറിയ കാര്യം കൂടി, ഇപ്പൊ തവക്കുൽ പഠിക്കണം കുട്ടികൾ, അള്ളാഹുവിൽ തവക്കുലാക്കണം. ഉമ്മ ബേജാറാണ്, ഞാനിനിയിപ്പോ എന്താ ചെയ്യുക, പടച്ചോനെ എന്ത് കഷ്ടം, ഇത് ഞാൻ എങ്ങനെ സഹിക്കും, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ എപ്പോഴും വേവലാതിപ്പെടുന്ന ഒരു ഉമ്മയുടെ കുട്ടി മദ്രസയിൽ പോയിട്ട് തവക്കലിനെ കുറിച്ച് എത്ര മനോഹരമായി ഉസ്താദ് ക്ലാസ് എടുത്താലും തവക്കലുണ്ടാവില്ല. അത് സാരമില്ല, അള്ളാഹുവിൻ്റെ വിധിയാണ്, അലംഘനീയമായ വിധിയാണ്. ഞാൻ ഇതിനെ നേരിടണം, ഇതെനിക്കുള്ള പരീക്ഷണമാണ്, ഞാൻ ഇതിനെ തരണം ചെയ്യണം.
എന്ന ഒരു കരുത്തും കോൺഫിഡൻസും ഉമ്മയും ഉപ്പയും പ്രകടിപ്പിക്കുമ്പോൾ മക്കളും പോടാ പുല്ലേ, എന്ത് വന്നാലെന്താ, നരേന്ദ്രമോദി, അമിത്ഷായ, പോയി പണി നോക്കാൻ പറ, ഇത് അള്ളാന്റെ ഭൂമിയാണ്, ഞാനിവിടെ ജനിച്ചെങ്കിൽ ഇവിടെ തന്നെ ഞാൻ മരിക്കും. ഇത് ഫറോവ ഉണ്ടായിരുന്ന നാടാണ്, നമ്രൂദ് ഉണ്ടായിരുന്ന നാടാണ്, അവർക്കൊന്നും ഇവിടെ അധികം വാഴാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഏത് നരേന്ദ്രമോദിയും ഏത് അമിത്ഷായും അവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരും വിചാരിച്ചാലും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് പുതിയ തലമുറ തീരുമാനിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ജീവിക്കാനല്ല, ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ പ്രയാസകരമായ ഒരു നാളെയായിരിക്കാം, ഒരുപക്ഷെ, വല്ലാതെ പേടിക്കൊന്നും വേണ്ട, ഒരുപക്ഷെ അങ്ങനെയാകാം. പക്ഷേ ആ കാലത്തും ചങ്കുറപ്പോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു തലമുറയായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ ഈ ഭൂമിയേക്കാൾ സ്വർഗം ആഗ്രഹിക്കുന്ന മക്കളാക്കി നമുക്ക് അവരെ വളർത്തിയെടുക്കണം. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, അന്തിമമാണ്, അന്തിമ വിജയമാണ്, ആഖിറമാണ്, ബാക്കിയാവുന്നതും അതുപോലെ ഏറ്റവും ഉത്തമവും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ എല്ലാ രക്ഷിതാക്കളും പറയുന്ന ഒരു പരാതി, സാധാരണ രക്ഷിതാക്കളൊക്കെ പറയുന്ന ഒരു പരാതിയാണ്, 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ എൻ്റെ മോനും മോക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം വന്നപ്പോൾ എന്തോ ഒരു കുഴപ്പം. എവിടെ പോയാലും കേൾക്കുന്ന കാര്യമാണ്. എൻ്റെ പൊന്ന് രക്ഷിതാക്കളെ ഞാൻ പറയും, ഒരു മനഃശാസ്ത്ര ഗ്രന്ഥവും പറയുന്നില്ല കുട്ടിക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ പ്രകൃതിയിൽ കുട്ടികൾ വരുമെന്ന്. എന്താണോ ഒരു മാങ്ങ, ഒരു മാവിൻ്റെ തൈ, അതിൽ ചക്ക ഉണ്ടാവില്ല, മാങ്ങ ഉണ്ടാവുക. ഒരു പ്ലാവിൻ്റെ തൈയിൽ ചക്ക ഉണ്ടാവുള്ളൂ, മാങ്ങ ഉണ്ടാവില്ല. ആ കുരു, അതിൻ്റെ സ്റ്റാർട്ടിങ്, അതിൻ്റെ ഫൗണ്ടേഷനാണ് പ്രധാനം. നിങ്ങൾ എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ചെറിയ കാലത്ത് വളർത്തിയത്? നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അവൻ എന്തെങ്കിലും കള്ളം പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മൾ തിരുത്തിയിട്ടില്ല. എന്തെങ്കിലും വ്യതിചലിച്ച വർത്തമാനമോ ചെയ്തിയോ ഉണ്ടായപ്പോൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ സിനിമയിലായിരുന്നു, സീരിയലിലായിരുന്നു, മൊബൈലിലായിരുന്നു, വാട്സപ്പിലായിരുന്നു, നമ്മുടെ പല ഉല്ലാസങ്ങളിലായിരുന്നു. അതൊക്കെ വേണം, ആവശ്യത്തിനെല്ലാം വേണം. അതേസമയം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ സൽസ്വഭാവമാണ്. ഒരു പിതാവിനും മാതാവിനും ആ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാരിതോഷികം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൽസ്വഭാവമാണ്. അതുകൊണ്ട് അതിലാകട്ടെ നമ്മുടെ സകലമാന ശ്രദ്ധ. ബാക്കിയൊക്കെ പിറകെ വരും. നിങ്ങളുടെ കുട്ടി സൽസ്വഭാവിയാണോ, അവനെ തേടി അധികാരമെത്തും, അവനെ തേടി ഉദ്യോഗമെത്തും, അവനെ തേടി എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും വരും. കുട്ടിയെ ഏറ്റവും നല്ല ഉത്കൃഷ്ട സ്വഭാവമുള്ള കുഞ്ഞായി നമ്മൾ വളർത്തണം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടത് വീട്ടിലൊരു ചിട്ടയാണ്. വീട്ടിലൊരു ടൈം ടേബിൾ, സ്കൂളിൽ ടൈം ടേബിൾ ഉണ്ട്, മദ്രസയിൽ ടൈം ടേബിൾ ഉണ്ട്, വീട്ടിൽ യാതൊരു ടൈം ടേബിളും ഇല്ല. കുട്ടി എത്ര മണിക്ക് ഉണരണം തീരുമാനിച്ചിട്ടില്ല. കെ.എൻ. സുലേഖ ടീച്ചർ പറയും, കുറ്റ്യാടിയിലെ കെ.എൻ. സുലേഖ ടീച്ചർ, അള്ളാഹ് സൃഷ്ടിച്ച ഫിത്രത്ത് തഹജ്ജുദിന് ഉണരണമെന്നാണ്. പ്രസവിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ സുബൈക്കല്ല ഉണരുക, സുബൈക്ക് മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് കുട്ടി കരയും. ചെറിയ കുട്ടികളുള്ളവർക്കറിയാം, അവര് സൂര്യ ഉദിക്കുമ്പോഴല്ല അവർ കരയുക, തഹജ്ജുദിന്റെ നേരത്താണ് കൊച്ചുകുട്ടികൾ. അപ്പം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പാടി ഉറക്കുകയാണ് ചെയ്യുന്നത്. തഹജ്ജുദിന്റെ നേരത്ത് ഉണർന്നിരുന്ന കുട്ടിയെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഉറക്കി. പിന്നെ കുറച്ചൊക്കെ ബോധം വന്ന് നേരം വെളുക്കും മുമ്പ് കുട്ടി ഉണരും. അപ്പം നമ്മൾ എന്ത് പറയും? കിടന്നുറങ്ങിക്കോ, നേരം വെളുത്തിട്ടില്ല, നേരം വെളുത്തിട്ട് ഉമ്മ വിളിക്കാം, ഉറങ്ങിക്കോ. അപ്പോഴും താരാട്ട് പാടി ഉറക്കും, സുബൈ നിസ്കരിപ്പിക്കാതെ. അപ്പൊ ചെറിയ കുട്ടിയെ സുബൈ സ്മരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, കുട്ടിയെ ഉണരട്ടെ, എന്താ കുഴപ്പം? നമ്മളാണ് വേറെ ശീലങ്ങൾ ഉണ്ടാക്കുന്നത്. ന്യൂസ് അവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമ്മൾ അതിൻ്റെ ഭയങ്കര ഇൻ്റലക്ച്വൽ എക്സസൈസാണ്. പെൻഷനായി വീട്ടിൽ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് കൊച്ചുമക്കളും ഭാര്യയുമായിട്ടൊക്കെ വർത്തമാനം പറയണ എന്ത് സുഖം. വെറുതെ തർക്ക വിതർക്കങ്ങൾ നടത്തുന്ന, തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചർച്ചകൾ, എറിഞ്ഞുടക്കാൻ തോന്നുന്ന ടെലിവിഷൻ ചില സമയത്ത്, അത് നമ്മളിങ്ങനെ കണ്ടിരിക്കുക. അതിന് പകരം കൊച്ചുമക്കളോട് വർത്തമാനം പറയുക, പരമാവധി നേരത്തെ കിടന്നുറങ്ങുക. അപ്പോൾ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് തർബിയത്ത് ക്യാമ്പിലും ഖുർആൻ ക്ലാസ്സിലും വാള് പരമ്പരയിലും പങ്കെടുത്തുകൊണ്ട് എത്ര വൈകി ഉറങ്ങിയാലും ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോകുന്നുണ്ടാവും, സുബഹി നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷേ അതുപോലെ ഉറങ്ങി നമ്മുടെ കൊച്ചുമക്കൾക്ക് ഉണരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ആ മക്കളെയും നമ്മൾ പരിഗണിക്കണം. എൻ്റെ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം പോലെ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും സ്ഥാനമുണ്ട്, എനിക്കുറക്കമുള്ളതുപോലെ അവർക്കും ഉറക്കമുണ്ട് എന്നൊക്കെയുള്ള ചില പുതിയ ചിന്തകൾ വന്നാൽ ഒരു നല്ലൊരു ടൈം ടേബിൾ നമ്മുടെ വീട്ടിലുണ്ടാവും.
ഉമ്മയും ഉപ്പയും ഒരുമിച്ച് ഒരു ചർച്ച നടത്തി വീടിൻ്റെ ടൈം ടേബിൾ തീരുമാനിച്ചാൽ അവസാനിക്കുന്നതേ ഉള്ളൂ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സാൻമാർഗിക പ്രശ്നങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിച്ചാൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സൗഭാഗ്യങ്ങളും നമ്മുടെ മക്കളുടെ കൺകുളിർമയും നമുക്ക് വീണ്ടെടുക്കാം. അതിന് സർവശക്തനായ നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലന്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.